ശ്രീലങ്കയിലെ ജാഫ്ന സ്വദേശിയായ അമ്മ, തൃശൂരിലെ സ്വപ്നഭൂമി എന്ന റെയിൽവേ കോളനി, ജാതീയതയുടെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിച്ചറിഞ്ഞ ബാല്യം. പലപ്പോഴായി അച്ഛൻ മൂളിയ നാടൻ പാട്ടുകളിൽ നിന്ന് പാട്ടിന്റെ കരുത്ത് അവൻ നേരിട്ടറിഞ്ഞു. പ്രിയപ്പെട്ട മകന് രക്ഷിതാക്കളിട്ട പേര് ഹിരൺദാസ് മുരളി. കൂട്ടുകാർ കളിയാക്കി വേടൻ എന്ന് വിളിച്ചു. എന്റെ പേര് വേടൻ. വേട്ടക്കാരൻ എന്ന അർത്ഥമുള്ള വേടൻ എന്ന പേര് പക്ഷെ അവൻ മേലങ്കിയാക്കി. അമ്മയുടെ തമിഴ് ബന്ധമാകാം തമിഴ് ഭാഷയും തമിഴ് സിനിമകളും ആസ്വദിച്ചു കണ്ട ബാല്യം. മണിരത്നത്തിന്റെ രാവണൻ എത്ര തവണ കണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല വേടന്. സിനിമയിൽ കറുപ്പിന്റെ രാഷ്ട്രീയം ശക്തമായി പറയുന്ന പാരഞ്ജിത്ത് ഇഷ്ട സംവിധായകനായി. സിനിമയാണ് തന്റെ വഴിയെന്ന് അന്നേ ഉറപ്പിച്ചു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നന്നേ ചെറുപ്പത്തിലെ നിർമ്മാണ തൊഴിലടക്കം ചെയ്തു നോക്കി. എന്നാൽ ജീവൻ രക്ഷിക്കുന്നവരുടെ പോലും ജാതിയും നിറവും തിരയുന്ന അനുഭവങ്ങൾ ആ ബാലന്റെ മനം അടുപ്പിച്ചു. എന്റെ പൊന്നു ചേട്ടാ, കറുപ്പിനും 16 വരൂ, വെളുപ്പിനും 16 വരൂ. അപ്പോ ഒരു വട്ടം എന്താ കറുപ്പ് ആദ്യം വെച്ച? ആ നീരസത്തിൽ നിന്നാണ് വേടൻ പാട്ടുവേട്ടയ്ക്ക് ഇറങ്ങിയത്. കാമ്പുള്ള സംഗീതം, കരുത്തുറ്റ ഭാഷ, വേടന്റെ കലഹം സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് അതിവേഗം പടർന്നു. വർണ്ണങ്ങൾ നൂറതിൽ കറുപ്പിനാണ് പേര്, ചുവപ്പിനാണ് വീറ് മണ്ണിൽ വാഴുവാൻ പോര്. വേടനെ കേൾക്കാൻ പുതുതലമുറ ഒന്നാകെ ഒഴുകിയെത്തി. അവർ വേടന്റെ പാട്ട് ആവേശത്തോടെ ഏറ്റുപാടി. നിന്റെ പേര് കവിതയോ, രാത്രി ഉറക്കം കെടുത്താൻ ആരു നീ, മാടൻ മറുതയോ, നിന്നെ കനവ് കാണ രാത്രിയെല്ലാം വീണ വെറുതയോ. അങ്ങനെ വിയർത്ത് നേടിയതാണ് മലയാളത്തിന്റെ റാപ്പർ എന്ന കുപ്പായം. അമേരിക്കൻ റാപ്പർ ടുപാക് ഷാക്കൂർ ആണ് റാപ്പിലേക്കുള്ള പ്രചോദനം. 25-ാം വയസ്സിൽ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ റാപ്പ് നിമിഷ നേരം കൊണ്ട് തരംഗമായി. പിന്നെ വെള്ളിത്തിരയിലേക്ക്. 2021 നായാട്ട, ശേഷം മഞ്ഞുമൽ ബോയ്സ്, വെള്ളിത്തിരയിലും വേടൻ പാട്ടുകൾ കയ്യടി നേടി. സംസ്ഥാന സർക്കാർ വേദികളിൽ വേടൻ പാട്ടുകൾ പ്രധാന പരിപാടികളിലൊന്നായി. പക്ഷെ വിവാദങ്ങളുടെ ചുഴിയിൽ വേടനും ഒന്നിലധികം തവണ പെട്ടു. മീറ്റു ആരോപണം ആദ്യ തിരിച്ചടി. മാപ്പ് പറഞ്ഞ് എങ്ങനെയോ തലയൂരി. പക്ഷേ വിമർശനം ഇപ്പോഴും വേട്ടയാടുന്നു. സിന്തറ്റിക് ലഹരി വേണ്ടെന്ന് സ്റ്റേജിൽ കയ്യടി നേടി അധിക നാൾ തികയും മുൻപ് കഞ്ചാവ് കേസിലും പെട്ടു. അളവിൽ കുറവായതുകൊണ്ട് ജാമ്യം കിട്ടി. എന്നാൽ കഴുത്തിലിട്ട പുലിപ്പല്ല് പണിയായി. പുലിപ്പല്ല് കിട്ടിയ വഴിതേടി വനം വകുപ്പ് വേടനുമായി നാടാകെ നടന്നു. കഞ്ചാവ് കേസിൽ വിമർശിച്ചവർ പോലും പുലിപ്പല്ല് കേസിൽ വേടനൊപ്പം നിന്നു. പല പ്രമുഖർക്കും നേരെ വിരലനക്കാത്ത വനം വകുപ്പ് വേടനോട് എന്തിനിത്ര തിടുക്കമെന്ന ചോദ്യം നാടാകെ ഉയർന്നു. ഇതിനിടെ മദ്യവും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നും തിരുത്താമെന്നും ജാമ്യം കിട്ടിയ വേടൻ പൊതുസമൂഹത്തോട് പറയുകയും ചെയ്തു. വളർന്നുവരുന്ന ഒരു തലമുറ തന്നാൽ സ്വാധീനിക്കപ്പെടും എന്ന ബോധ്യം വേടനുണ്ട്. അത് ഇനി അയാളിൽ എന്ത് മാറ്റം ഉണ്ടാക്കും? സ്റ്റോറി ടെല്ലർ.